സ്വന്തം നാട് ഉരുൾപൊട്ടി ഒലിച്ചതിൻ്റെ ആഘാതം വിവരമറിഞ്ഞ സങ്കടത്തിൽ ദുബൈയിൽ നിന്ന് ഇന്ന് എത്തിയതാണ് വിജയലക്ഷ്മി. ഇവിടെയായിരുന്നു നിങ്ങളുടെ വീട്? അതെ, ഇവിടെയായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ? വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛനെയും അമ്മേൻ്റെ ഇവിടെ തറവാട് താഴെയായിരുന്നു, അത് മൊത്തം പോയി. പിന്നെ അമ്മേൻ്റെ കരച്ചിൽ ഇദ്ദേഹത്തെ വിഷമപ്പെടുത്തി. അങ്ങനെ ഇവരാണ് എന്നെ അങ്ങോട്ട് എത്തിച്ചത്. ഞാൻ മോന് സുഖമില്ലാതെ വന്ന് തിരിച്ചു പോയിട്ട് 4 മാസമേ ആയുള്ളൂ. പിന്നെ വെക്കേഷൻ കാരണം ജോലിയൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. പിന്നെ ഇവരും സലീംക്കയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അമ്മ മേപ്പാടി ക്യാമ്പിലാണ് ഉള്ളത്. വീട്ടിലുള്ളവരെല്ലാവരും തിരിച്ചു കിട്ടി എനിക്ക്. അത് വളരെയധികം സന്തോഷം. വീടെല്ലാം പോയി. എങ്ങനെയാണ് ഇവരെ ബന്ധപ്പെടുന്നത്? ഞാൻ ഇവിടെ വന്നിരുന്നു, നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ക്യാമ്പായിട്ട് 2 ലോഡ് സാധനങ്ങളായിട്ട് ഇവിടെ വന്നിരുന്നു. വന്ന സമയത്ത് നമ്മൾ ക്യാമ്പൊന്ന് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞ പാട് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ അമ്മമാരെ കരച്ചിലല്ല, അപ്പോൾ ആര് ചെന്നാലും അമ്മമാർ അവിടെ കെട്ടിപ്പിടിച്ച് കരയാണ്. ചെന്ന ഉടനെ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മോളുണ്ട് ദുബായിൽ, ഒന്ന് എത്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ നമ്പർ മോൾക്ക് കൊടുത്താൽ മതി. അങ്ങനെ മോളിനോട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുണ്ട്, ഷെരീഫ് ഖാൻ എന്നൊക്കെ പറയും, അവരോട് കോണ്ടാക്ട് ചെയ്ത് പെട്ടെന്ന് എന്നെ ടിക്കറ്റ് എടുക്കണം, ഇന്ന് എടുക്കുക ചെന്ന് വരണമെന്ന്. ഇവിടെ വന്നു, ക്യാമ്പ് പോയി, അമ്മനെയൊക്കെ കാണിച്ചതിൻ്റെ ശേഷം അവർ പറഞ്ഞു സ്ഥലം ഒന്ന് കാണാം. ഇവിടെ വന്നിട്ട് ഞാൻ ഈ നാട് അറിയുന്ന ആളല്ല, ഇത്താക്കും വല്ലാതെ അറിയില്ല. അപ്പോൾ അവരെന്നെ പറയുന്നുണ്ട് ഇവിടെ എവിടെയെന്നാണ് തോന്നുന്നത്. തിരഞ്ഞടക്കുമ്പോൾ അവരെ കൂട്ടുകാരികളൊക്കെ കണ്ടതാണ് വല്ലാതെ സങ്കടപ്പിടിച്ചത്. കാരണം അവർ പറയുന്നത് നീ ഇവിടെ ഉണ്ടായിരുന്നോ, നീ അവിടെ ആയിരുന്നോ? കാരണം ഇവർക്കെന്തോ സംഭവിച്ചിരിക്കണമെന്നൊക്കെ അവർ വിചാരിച്ചു, കാണാത്ത ആൾക്കാരല്ല. പക്ഷെ അവർ ദുബായിലാണുള്ളത്. അപ്പോൾ പരസ്പരം അവരുടെ നാടിൻ്റെ സ്നേഹം, അവരുടെ അയൽവാസികളുടെ സ്നേഹം വല്ലാതെ വേദനിപ്പിച്ചു. തീർച്ചയായും അവരുടെ വിജയലക്ഷ്മി ചേച്ചിയുടെ അടുത്ത ബന്ധുക്കളാരും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ദുബായിൽ കഴിയുന്ന സമയത്ത്, സ്വന്തം നാട് ഇങ്ങനെ ഉരുകിയൊലിക്കുന്ന വേദനയിൽ കഴിയുന്ന സമയത്ത് ആ നാട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് അവരെത്തിയത്. അമ്മയും അച്ഛനും രക്ഷപ്പെട്ടത് ഈ മകൻ അവിടെ ഉള്ളതുകൊണ്ടാണ്. ശബ്ദം കേട്ടിട്ട് അച്ഛനെയും അമ്മനെയും എടുത്ത് ഓടിയത്, ഇവർ മുകളിലേക്ക് ഓടിയതുകൊണ്ടാണ് അവർ നഷ്ടപ്പെടാതെ. ഇവരെ വീട് മൊത്തം പോയി, പക്ഷെ അവർ രക്ഷപ്പെട്ടിട്ട് ഞാനാണ് രക്ഷപ്പെടുത്തിയത്. ഫസ്റ്റ് ആ വരവ് കണ്ടപ്പോൾ തന്നെ ഞാൻ അച്ഛനമ്മനും മുകളിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തി. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ക്യാമ്പിലാണ് ഉള്ളത്. വീട് മൊത്തം പോയി, എൻ്റെ ഇതൊക്കെ പോയി. ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം, മകൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതുകൊണ്ട് പ്രായമായ അച്ഛനമ്മയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ആ രീതിയിലുള്ള പല കഥകളുടെ കൂടെ മറ്റൊരു കഥയുമായി മാറുകയാണ്. അവർ ദുരന്തഭൂമി സന്ദർശിക്കാനെത്തിയതാണ്. കിഷോറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.